ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ പൊന്മുടിയിലോട്ടാണ് പോകാൻ നോക്കുന്നത്. പൊന്മുടിയിൽ നമുക്ക് എത്താൻ വേണ്ടിയിട്ട് സ്പോർട്സ് മോഡിലാണെങ്കിൽ 121 കിലോമീറ്ററാണ് 100% ചാർജിൽ. ഡ്രൈവ് മോഡിലാണെങ്കിൽ കുറച്ചുകൂടെ കൂടും. നമുക്കല്ലെങ്കിൽ റേഞ്ച് കൂടുതൽ കിട്ടേണ്ടതാണ്. ഇന്നലെ നമ്മളൊരു എമർജൻസി കാരണം ഇത്തിരി സ്പീഡിൽ വണ്ടി ഓടിക്കേണ്ടി വന്നു. അങ്ങനെ നമുക്ക് റേഞ്ച് കുറവാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് പൊന്മുടി വരെ 65 കിലോമീറ്ററാണ് കാണിക്കുന്നത്. എത്തുമില്ലെന്ന് നമുക്ക് നോക്കാം. കാട്ടാക്കട വഴിയാണ് പോയത്. ഇവിടെ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട്. നമ്മൾ എയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. എയർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ഓറഞ്ചൊക്കെ കരുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 70% ചാർജ്, 121 കിലോമീറ്ററാണ് ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത്. പാസ് വാങ്ങി കയറുന്നതേ ഉള്ളൂ. ഇവിടെ നല്ല നൈസ് ക്ലൈമറ്റ് ആണ്. മുകളിലോട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, നോക്കാം. നമ്മൾ കുറച്ച് ദൂരം AC ഓഫ് ചെയ്തിട്ട് ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വിൻഡോ ഒക്കെ താത്തി ഓടിച്ചായിരുന്നു. പക്ഷേ നമ്മൾ പോയത് 2 മണി ടൈമാണ്. അതുകൊണ്ട് നല്ല വെയിലും ചൂടുമായിരുന്നു. കൊടുക്കാതെ വണ്ടി കയറുന്നുണ്ടായിരുന്നു. ഗ്ലാസ് പൊക്കിയിട്ടിട്ടാണ് ഓടിച്ചത്. AC ഇട്ട് ഓടിക്കേണ്ടി വന്നു. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പ് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ വണ്ടിയുടെ ചാർജ് 54%, 101 കിലോമീറ്റർ, സ്പോർട്സ് മോഡ് AC. കറക്റ്റ് ടോപ്പിലെത്തി വണ്ടി പാർക്ക് ചെയ്തപ്പോൾ 45% ചാർജിൽ 80 കിലോമീറ്ററാണ് കാണിക്കുന്നത്. എത്താൻ പറ്റുമില്ല, നമുക്ക് നോക്കാം. വീടെത്തുമോ ഇല്ല എന്നുള്ള ടെൻഷൻ കാരണം നമ്മൾ കൂടുതൽ നിന്നില്ല. ഉടനെ തന്നെ പൊന്മുടിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക്. നമുക്ക് റീജനറേഷൻ വഴി ഏകദേശം നമ്മൾ പൊന്മുടിയുടെ താഴെ എത്താറായപ്പോൾ 53% ആയി. നമുക്ക് 78 കിലോമീറ്ററാണ് ഇപ്പോൾ കാണിക്കുന്നത്. വീടെത്താൻ ഇനി ഒരു 52-53 കിലോമീറ്റർ ഉണ്ട്. എത്തും, നമുക്ക് നോക്കാം. ഇതിപ്പോൾ സ്പോർട്സ് മോഡിലാണ് 78 കിലോമീറ്റർ കാണിക്കുന്നത്. പക്ഷേ അത്യാവശ്യം യൂസ് ചെയ്ത് ഇപ്പോൾ 51% എനിക്ക് 92 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. വീടെത്താൻ പറ്റുമെന്നാണ് വിശ്വാസം. നമുക്ക് നോക്കാം. എത്തുമോ ഇല്ലയോ എന്നൊരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്താവോ എന്തോ നോക്കാം. എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോഴത്തെ റേഞ്ച് കിട്ടിയത് വച്ചിട്ട് നമുക്ക് എത്താനാണ് ചാൻസ്. ഇപ്പോൾ നമ്മൾ കൂളായി കാരണം റീജനറേഷൻ വഴി നമുക്ക് അത്യാവശ്യം റേഞ്ച് കിട്ടിയിട്ടുണ്ട്. സുഖമായിട്ട് വീടെത്തും എന്നാണ് വിശ്വാസം. റീജനറേറ്റീവ് ഫീച്ചർ നമ്മളെ രക്ഷിച്ചു. എന്തായാലും നമുക്ക് സുഖമായിട്ട് വീടെത്താൻ പറ്റുമോ എന്നുള്ള ഒരു ഇതായപ്പോഴത്തേക്ക് നമ്മൾ കൂളായി. അങ്ങനെ നമ്മൾ വരുന്ന വഴി തന്നെ ഒരു നമുക്ക് സർവത്തൊക്കെ വാങ്ങിച്ച് കുടിച്ചു. നല്ല വിശപ്പുള്ളതുകൊണ്ട് വഴിയിൽ ഇറങ്ങിയവരടുത്തുനിന്ന് നല്ല ഫുഡും കഴിച്ചു. നമ്മൾ വീടെത്തിയിട്ടുണ്ട്. 27%, 64 കിലോമീറ്ററാണ്. ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൈസായിരുന്നു. ഞാൻ ഫുൾ സ്പോർട്സ് മോഡ് ഇട്ടാണ് ഓടിച്ചത്. അതുപോലെ തന്നെ ഫുൾ AC ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ യാത്ര ചെയ്ത രണ്ടുപേരും ഓൾമോസ്റ്റ് 160 കിലോ വെയിറ്റ് വരും. നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാക്സിമം 52 ആണ് നമ്മൾ മാക്സിമം കയറിയ സ്പീഡ്. ആ ഒരു റേഞ്ചിനകത്തിട്ട് തന്നെയാണ് സ്പോർട്സ് മോഡിൽ ഓടിച്ചത്. അതുകൊണ്ട് അത്യാവശ്യം റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വണ്ടി സുഖമായിട്ട് ഹെയർ പിന്നൊക്കെ കയറിപ്പോയി. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.